സത്യസന്ധമായിട്ട് അവന്റെ എല്ലാ പരിപാടിയും ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല സുന്ദരമായിട്ടുള്ള പരിപാടി വിശ്വസിക്കാൻ പറ്റും. എല്ലാ നിലക്കും വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്. എന്തെങ്കിലും മുക്കാറ് കൊടുക്കാനുണ്ടെങ്കിൽ ബാബുവിനെ ഏൽപ്പിച്ചാൽ മതി. വളരെ പെട്ടെന്ന് നടക്കും കാര്യങ്ങൾ. വ്ളോഗ് ചെയ്തതുകൊണ്ട് ഇങ്ങനെ പരസ്യം ചെയ്തുകൊണ്ട് ഒരുപാട് പ്രോപ്പർട്ടി കച്ചവടമാവുന്നുണ്ട് എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് കരുവാരക്കുണ്ടിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. നമ്മുടെ യാസിർ ഭായിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. 8 സെന്റ് ഒരു വീടും അതിൻ്റെ എഗ്രിമെൻ്റാണ് ഇന്ന്. ഏറെ ധന്യ മുഹൂർത്തത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ വസ്തു കൊടുക്കുന്നു, മറ്റൊരാൾ വാങ്ങുന്നു. 2 പേരും സന്തോഷ നിമിഷത്തിലാണ്. ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ പൈസ കിട്ടുന്നു, മറ്റൊരാൾക്ക് അദ്ദേഹം ആഗ്രഹിച്ച വസ്തു കിട്ടുന്നു. ചാവി കൈമാറുന്ന ആ ഒരു മുഹൂർത്തമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ കട സെയിൽസ് ചെയ്തത്, വിറ്റത് അദ്ദേഹമാണ് വാങ്ങുന്നത്. വാങ്ങിക്കോളൂ. അപ്പം ഇനി ഇത്ര കാലത്തെ ഒരു അനുഭവം വെച്ച് അവങ്ങളിപ്പോൾ ഇവിടുന്ന് തൽക്കാലം മാറുകയാണ് അല്ലേ? തൽക്കാലം മാറുകയാണ്. ഈ കട നിങ്ങൾക്ക് പരിചയമുണ്ടോ? നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പ് ലൈവ് ഇട്ടൊരു കടയാണിത്. അപ്പോൾ ഇത് കച്ചവടമായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഓണർ എന്താ പറയാനുള്ളത്? എന്താ നമ്മളോട് ഇത്രയും സഹകരിച്ചവർക്ക് എല്ലാവരോടും നന്ദി. അതെ, വീണ്ടും ഇത് തുടർന്ന് പോകണം. ഈ പുതിയ ആൾക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം, സപ്പോർട്ട് ഉണ്ടാകണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നമ്മളെ സുബൈർ ബാപ്പു റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് ഒരു കച്ചവടം നടന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമായിട്ട് ഒരുപാട് ആൾക്കാർ ഉള്ളൊരു, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായിട്ടും തന്നത് ഈ പൈസ എൻ്റെ പൈസ അല്ല കേട്ടോ. കാരണം വെച്ചാൽ ഏകദേശം ഒരു 19,000 ആൾക്കാരുണ്ട് നമ്മളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും മൊത്തത്തിൽ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു പൈസയാണിത്. അതല്ലാതെ സുബൈർ ബാപ്പുവിൻ്റെതായിട്ട് ആണ് നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം വെച്ചാൽ സുബൈർ ബാപ്പുവിൻ്റെതായിട്ടുള്ള ഒരു കഴിവുമില്ല, ഒന്നുമില്ല. അതൊക്കെ നിങ്ങൾ ഈ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരാണ് ഈ പൈസ തരാനുള്ള കാരണക്കാർ അവരാണ്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന, അവർ കച്ചവടം ചെയ്തതിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതമാണ് നിങ്ങൾക്ക് തന്നത്. നമ്മളെ കച്ചവടത്തിന്റെ ലാഭ വിഹിതത്തിൽ നിന്നുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിവിടെ ഒരു മതസ്ഥാപനമുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ്. വിശ്വാസപ്രകാരം ഞങ്ങളുടെ പ്രദേശത്തുള്ള മതസ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ മതസ്ഥാപനത്തിൽ ഇവിടെ വല്ലാതെ വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അപ്പം അതിലേക്ക് അപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് കാരണം നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന നമ്മുടെ കച്ചവടം, അതായത് എൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ള, യൂട്യൂബ് ചാനലിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഇത് ഞാൻ ഓഫർ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, സ്ഥാപനത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ അറിയിക്കുന്നില്ല. ഓക്കെ, റംസാദ് അല്ലേ? റംസാദിനാണ് കിട്ടിയത്. റംസാനെന്ന് വിളിക്കാം നമുക്ക്. ആരാണ് ഈ ഭാഗ്യവാനെ നോക്കാം. ബിനു വണ്ടൂർ, മലപ്പുറം ജില്ലയിലെ ബിനു വണ്ടൂരിനാണ് ഇത് കിട്ടിയിട്ടുള്ളത്. 1000 രൂപ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് തുക 1000 രൂപ സുബൈർ ബാപ്പു വണ്ടൂരിൽ വെച്ച് കാപ്പിലുള്ള പേര് ബിനു എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം കൊടുക്കുകയാണ്. അത് കൈമാറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രവീന്ദ്രൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. രവീന്ദ്രൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ആരാണ് ഈ രവീന്ദ്രൻ, എവിടെയാണെന്ന് നോക്കാൻ പറ്റും. രവീന്ദ്രൻ സാറല്ലേ? നിങ്ങൾക്ക് നമ്മളെ ഗ്രൂപ്പിന്റെ വകയായിട്ട് ഒരു 1000 റുപ്യ കിട്ടിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. എവിടെ നാട്ടില്? അത് ശരി. എവിടെ? നമ്മളെ നിലമ്പൂരിന്റെ? ഓ സാറ്, താങ്കൾക്ക് ഒരു 1000 റുപ്യ കിട്ടിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. ഓക്കെ, ശരി. പ്രാർത്ഥിക്കണേ. നമുക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ സാറേ, താങ്ക് യു. നമ്മളെ നിലമ്പൂരുള്ള രവീന്ദ്രൻ സാറിനാണ് കിട്ടിയിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് ബ്ലോഗിന്റെ സമ്മാനം കിട്ടിയ നമ്മളെ രവീന്ദ്രൻ സാറാണിത്. അപ്പോൾ വളരെ സന്തോഷം. ഇതേപോലുള്ള ആൾക്കാർക്ക് കിട്ടിയേ. ഒന്നിലും എന്തെങ്കിലും പറയണ്ട. എനിക്ക് വളരെ സന്തോഷം.
ആരാണിത്? അഷ്റഫ്. ഇതാ നമ്പർ. അഷ്റഫ് ആണ്. ആരാണ് ഈ അഷ്റഫ് എന്നറിയില്ല, നമുക്ക് വിളിക്കാം. ഓക്കെ, ക്ലിയർ. അഷ്റഫാണോ? ആ, സുബൈർ ബാബുടെ റിലേഷൻഷിപ്പ് ബ്ലോഗർ. നിങ്ങൾക്ക് 1000 രൂപ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കൺഗ്രാജുലേഷൻ. പിന്നെ നിങ്ങളെവിടെ നാട്ടില്? എറണാകുളം ജില്ല നോർത്ത് പറവൂര്. ഓക്കെ, അപ്പൊ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അല്ലേ? ആ, നമ്മൾ പൈസ കിട്ടണമെന്ന് കരുതിയിട്ടല്ല, ഒരു സഹായിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട് ഷെയർ ചെയ്യുന്നല്ലേ? ഓക്കെ, നിങ്ങളുടെ വലിയ മനസ്സിന് നന്ദി. നിങ്ങളെ പോലുള്ള ആൾക്കാർ ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ പെട്ടെന്ന് വിറ്റ് പോകുന്നതേ. എന്തായാലും നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് അയച്ചു തരാം കേട്ടോ. ഞാൻ അയക്ക് പൈസ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ അഷറഫ് ഖാനെയും കിട്ടി. ഓക്കെ, ആരാണ്? ഷറഫൂർ ഇറങ്ങൂർ. വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? ആഷിഫിന്റെ കയ്യിൽ നമ്മളൊരു സമ്മാനം. ആഷിർ അല്ലേ? മുഹമ്മദ് ആഷിർ, ഷറഫുഖാന്റെ വലിയ മോനെ അല്ലേ? എത്രയിലെ പഠിക്കുന്ന കുട്ടി? 5-ല്. അപ്പൊ നമ്മൾ ഈ കുട്ടീൻ്റെ അടുത്ത് സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രചോദന വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇതുപോലെ നിങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനത്തിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിയാസ് 5-ാം മൈൽ നമ്പർ. നിയാസ് 5-ാം മൈൽ മലപ്പുറം ജില്ലയാണ് തോന്നുന്നു. നമുക്ക് വിളിച്ചു നോക്കാം. നിയാസ്ക, പിന്നെ നിങ്ങൾക്ക് ഒരു 1000 രൂപ സമ്മാനം കിട്ടിയിട്ടുണ്ട് നമ്മളെ ബ്ലോഗിന്റെ വകയിട്ട്. ഷെയർ ചെയ്തീന്. നിങ്ങള് 5-ാം മൈലാണോ? ആ, 5-ാം മൈൽ എവിടെ? എന്താ ചെയ്യണേ? ഓട്ടോ ഡ്രൈവറാണ്. ഓക്കെ, കൺഗ്രാജുലേഷൻ. അപ്പോ ഞാൻ അങ്ങോട്ട് വരേണ്ടി പറ്റുമെങ്കിൽ, അടുത്തായതുകൊണ്ട് നമുക്ക് അവിടെ വന്നിട്ട് നേരിട്ട് തരണ്ട കേട്ടോ. അല്ലെങ്കിൽ നിയാസ്കാക്ക് നമ്മളൊരു 1000 രൂപ സമ്മാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമ്മാനം അദ്ദേഹത്തിന് കൈമാറാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വീഡിയോ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷെയർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമ്മാനം കിട്ടിയത്. നിയാസ്കാക്ക് ഈ പൈസ കൈമാറുന്നത്. സുബൈർ ബാബു എൻ്റെ വീട് കച്ചവടം ചെയ്ത് തന്നു. അത് ഏൽപ്പിച്ചപ്പോഴേ ആ കച്ചവടം നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഏതായാലും കച്ചവടം നടത്തി, വീഡിയോ കണ്ട് ആൾ വന്നു, കച്ചവടം നടത്തി, എല്ലാ ഇടപാടുകളും നടത്തി. ഇന്ന് രജിസ്ട്രേഷനാണ്. ഞാൻ ആധാരം കൈമാറുകയാണ്. എല്ലാ കാര്യത്തിലും എനിക്ക് സന്തോഷമുണ്ട്. ആർക്കിനും വേണമെങ്കിൽ സുബൈറിനെ ഏൽപ്പിച്ചാൽ ഏത് കച്ചവടവും നടക്കുമെന്നുള്ളത് 100% ഉറപ്പ് വരുന്നു. സന്തോഷ മുഹൂർത്തം. ആധാരം കൈമാറുന്നു. സുബൈർ ബാബു റിയൽ എസ്റ്റേറ്റിലൂടെ കൊല്ലം ജില്ലയിലെ ആയിഷ നിഷയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് ഇത്. ഇന്ന് ഞങ്ങൾ പാക്ക് ചെയ്യാണ്. റെഡിയായി. ഒരു 3 ദിവസത്തിൽ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഹാപ്പിയാണ്. നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നതോടൊപ്പം വീഡിയോ ഷെയർ ചെയ്യാം. അതോടൊപ്പം കമന്റിൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് വന്നിട്ട് ചെയ്യും. മലപ്പുറം ജില്ലയിൽ വേങ്ങാപരിധിയിൽ നമ്മുടെ രാജേഷ് ഭായിന്റെ ഒരു പ്രോപ്പർട്ടി നിഷാദ് ഭായി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എഗ്രിമെന്റ് കൈമാറുന്ന ഒരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാര്യം ഏൽപ്പിച്ചാൽ നമ്മളത് മറന്നാൽ പുള്ളി ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് അതിന് അനുയോജ്യമായ ഒരാൾക്കാർ നമുക്ക് ആ റേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പുള്ളി ഒന്നും കച്ചവടാത്തത്. നമ്മുടെ പാണ്ടിക്കാട് ടൗണിൽ 4 സെന്റ് ബിൽഡിംഗ് സൈറ്റ് ഉണ്ടായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു കച്ചവടമാക്കി എഗ്രിമെന്റ് കൈമാറി. വാക്ക് വിട്ട വീട് എന്റെ വൈഫ് കണ്ട് വൈഫ് എന്നോട് പറഞ്ഞു ഉള്ളൂ. ഞാൻ വന്ന് കണ്ടു ഓക്കെയാണ്. ക്ലിയറായിട്ടുണ്ട്. നമ്മള് നിലമ്പൂരിലുള്ള അകമ്പാടം ഇടിവണ്ണ പാറേക്കാട് പ്രദേശവാസികളെ സന്ദർശിക്കാൻ പോവുകയാണ്. പാറേക്കാട് ഇടിവണ്ണ കോളനിയാണ്. ഈ അത്തം നാളിൽ ഞങ്ങൾക്ക് കിറ്റ് കൊണ്ടു തന്നത് വളരെയധികം സന്തോഷം. അവിടെ നിന്ന് വന്നതിന് വളരെ നന്ദി. അപ്പൊ നമ്മള് കുറച്ച് കിറ്റ് നമ്മുടെ കപ്രന്യ സമയത്തിൻ്റെതാണ്. ഡ്രസ്സ് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സും ഉണ്ട്, കുറച്ച് കിറ്റും ഉണ്ട്. അപ്പൊ ഡ്രസ്സ് കുറവായിരുന്നു. അപ്പൊ ഞങ്ങള് എങ്ങനെയാ ഇപ്പൊ ഇവരൊക്കെ 24-25ഓളം കുടുംബം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് പലതുള്ളി പെരുവെള്ളം എന്ന പോലെ നമുക്ക് ഒരുപാടൊന്നും കഴിയില്ല. അപ്പൊ ചിലപ്പോൾ നമ്മളെ കയ്യിൽ വരുന്നതിന് ചെറിയ എമൗണ്ടുകൾ മാറ്റി വെച്ചിട്ട്, കാരണം ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ചെറിയ തുട്ടുകൾ മാറ്റി വെച്ചാൽ അത് പറഞ്ഞ പലതുള്ളി പെരുവെള്ളം എന്ന് അതുപോലെ ആയതിനു ശേഷം നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തിയുണ്ട്. എല്ലാവരും ഈക്വൽ അല്ല. അപ്പൊ അവരെ സഹായിക്കാൻ കിട്ടുമ്പോൾ ഒരു സംതൃപ്തിയുണ്ട്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പൊ ഇത് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ആളുകളെ കാണിക്കാനല്ല,
ഒരാൾക്ക് തന്നെ എങ്കിലും ഇതിനകത്ത് മാറ്റം വരികയാണ്. അവരുടെ മനസ്സിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്കും ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അതല്ലാതെ ഞങ്ങളിത് ചെയ്തു എന്ന് കാണിക്കാനോ ഇതൊരു ഷോ ഓഫിനോ വേണ്ടിയല്ല. ഒരാളുടെ മനസ്സ് ഇതുകൊണ്ട് മാറിയാവോ, ഞങ്ങൾക്കും ഇതിങ്ങനെ ചെയ്യണം,